ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതും അതേപോലെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതിയാവുന്ന ബനാന പോളയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. ബനാന പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 3 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചെറിയ പീസാക്കി കട്ട് ചെയ്തതിന് ശേഷം നെയ്യിലോ വെളിച്ചെണ്ണയിലോ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നീട് ഒരു പാത്രത്തിലോട്ട് 4 എഗ്ഗ് എടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ്, 3 ടീസ്പൂൺ ഷുഗർ, 2 ഏലക്ക, 3 ടീസ്പൂൺ മിൽക്ക് എന്നിവ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഇതിലോട്ട് നമ്മൾ ചൂടാക്കിയ ബനാന ഇതിലേക്ക് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ തയ്യാറാക്കിയ മിക്സ് അതിലേക്ക് ഒഴിക്കുക. ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നേരം വേവിച്ചെടുത്താൽ നമ്മളുടെ ബനാന പോള റെഡിയായി. ഇനി നമ്മുടെ അടുത്ത റെസിപ്പി മാങ്ങ അച്ചാറാണ്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെക്കുക. അതിലേക്ക് എണ്ണയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒഴിക്കുക. ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് വെളിച്ചെണ്ണയാണ് കേട്ടോ. പിന്നെ അതിലേക്ക് കടുക്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് എന്നിവ ചേർക്കുക. പിന്നെ കറിവേപ്പിലയും ചേർക്കുക. ഒരു ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് അച്ചാർ പൊടിയും ഉപ്പും ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കട്ട് ചെയ്ത മാങ്ങ ചേർക്കുക. നിറത്തിന് വേണ്ടി ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ ഉലുവ, കടുക് എന്നിവ വറുത്ത് പൊടിച്ചത് 1 ടീസ്പൂൺ ഇതിലേക്ക് ചേർക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് വിനാഗിരി ഒഴിക്കുക. അതിനുശേഷം നമ്മളുടെ മധുരം എത്ര ആവശ്യമുള്ളത് അതിനനുസരിച്ച് ശർക്കരയോ പഞ്ചസാരയോ ചേർക്കുക. ഞാൻ ഇവിടെ 3 ടീസ്പൂൺ ഷുഗറാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇതിലേക്ക് മധുരം ചേർക്കുമ്പോൾ ഈ മാങ്ങ അച്ചാറിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.